ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ഓറഞ്ച് പീൽ വരട്ടുവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൾപ്പിയെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ തോല് ഞാൻ ക്ലീൻ ചെയ്യുവാണ്. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. അതിന് ഓറഞ്ച് തോലിനകത്തെ ആ വൈറ്റായിട്ടുള്ള സാധനം മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ഓറഞ്ച് നേരത്തെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്താണല്ലോ. എന്നിട്ട് അതൊരു സോസ്പാനകത്ത് നേരത്തെ വെള്ളം ഒഴിച്ച് അടുപ്പത്തിട്ട് തിളപ്പിക്കണം. നല്ലപോലെ ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പം അത് ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുക്കണം. പച്ചവെള്ളത്തിൽ നല്ലപോലെ റണ്ണിങ് വാട്ടർ നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടെ ആ സോസ്പാനിൽ തന്നെ ഇട്ട് വീണ്ടും നേരത്തെ വെള്ളം ഒഴിച്ച് തിരിച്ചും ഒരു പ്രാവശ്യം കൂടെ ഒരു 5-6 മിനിറ്റ് പിന്നെയും വേഗം വെക്കുക. അങ്ങനെ നമ്മൾ പിന്നെ അത് തിളപ്പിച്ചു ഒരു പ്രാവശ്യം കൂടെ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ അതൊന്നുകൂടെ തണുക്കാൻ വേണ്ടി പച്ചവെള്ളത്തിൽ പൈപ്പ് തുറന്ന് അത് നല്ലപോലെ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. വാഷ് ചെയ്യുവല്ല, അതിനെ തണുപ്പിക്കുകയാണ്. പിന്നെ അത് തണുക്കാൻ വെക്കുക. പിന്നെ നമ്മളതിനെ തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആകൃതിയിൽ ചെറുതായിട്ട് അതിനെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ അളന്നെടുത്ത ആ ഗ്ലാസ്സിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര എടുത്ത് അതിന് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഓറഞ്ച് ജ്യൂസും ഉണ്ട്, പഞ്ചസാരയുണ്ട്, ഓറഞ്ചിൻ്റെ പീല് കട്ട് ചെയ്തതുകൊണ്ട്. ഇനി അത് അവിടെ കിടന്നൊരു 10 മിനിറ്റ് തിളയ്ക്കണം. അങ്ങനെ തിളച്ച ആ പഞ്ചസാര നല്ലപോലെ കുറുകി ഈ ഓറഞ്ച് പീലുമായിട്ട് പിടിച്ച് നല്ല മയത്തി വരുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടേക്കാം. അവിടെ കിടന്നതിന് തണുക്കും. നല്ലപോലെ തണുത്ത് കഴിയുമ്പം നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. നല്ല കളറുണ്ട്, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇത് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം അതിനകത്ത് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സാധാരണ ക്ഷമിക്കുക. ഇനി നമുക്ക് വേറെ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.